ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്സ കെ രജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോനെ കുറിച്ചാണ്. അപ്പം ആ പുള്ളിക്കാരിക്ക് വലിയ അങ്ങനെ എക്സ്ട്രീം റീച്ചൊന്നും ഇല്ലായിരുന്നു, നോർമൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ പുള്ളിക്കാരിക്ക് ഒരു വീഡിയോയ്ക്ക് 5.46 മില്യൺ വ്യൂസ് വന്നിരിക്കുകയാണ്. അപ്പം അത് നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ പുള്ളിക്കാരി ആക്ച്വലി ഒരു പേഴ്സൻ്റെ അടുത്തിരിക്കുകയാണ്. ആ പേഴ്സൻ്റെ ഒരാളുടെ ഒരു വയസ്സായ ഒരാളാണെന്ന് തോന്നുന്നു. ഫേസ് കവേർഡാണ്, ബ്ലേഡാണ്. സോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അടുത്തിരുന്ന് തട്ടി എന്ന് പറയുന്ന ഒരു ഇതാണ് ആ പുള്ളിക്കാരി അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു ചെയ്ത കാര്യം മറ്റുള്ളവർക്കും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിൽ അയാളുടെ മുഖം ഫേസ് ബ്ലേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാൾ ആരാണ്, അയാളെ മറ്റുള്ളവർക്കും അറിയണം അയാൾ ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അയാളുടെ ഫേസ് ബ്ലേഡ് ചെയ്തതിലൂടെ നിങ്ങൾ എന്താണ് തെളിയിക്കുന്നത്? അയാളെ ഫേസ് ബ്ലേഡ് ചെയ്യാതിരുന്നാൽ മറ്റൊരാൾക്കും ഇയാൾ ഡേഞ്ചറാണ്, അല്ലെങ്കിൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കാം. നിങ്ങൾ ഈ റീച്ചിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും ഇത് മാത്രം ഈ സോഷ്യൽ മീഡിയ എടുക്കാതെ കുറച്ചൊക്കെ ഇതായിട്ട് ചെയ്യുക. കാരണം പല വീഡിയോസും നമ്മൾ ഇതുപോലെ കണ്ടു. പിന്നെ ഇതുപോലെ ട്രോളും വരുന്നുണ്ട്. 2 കൈ മുട്ടിച്ചിട്ട് എനിക്ക് സംഭവിച്ചത് കണ്ടോ എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ട്രോള് വരുന്നുണ്ട്. സോ ഏത് സത്യം ഏത് കള്ളത്തരം എന്നുള്ളൊരു കൺഫ്യൂഷനിലായി ഇപ്പോൾ ആൾക്കാർ. സോ എനിക്ക് പറയാനുള്ളത് അപ്സ കെ രജിയോട്, യൂസ് സോഷ്യൽ മീഡിയ വൈസ്ലി. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല കണ്ടൻസ് ഇടുക, നോ നീഡ്. ഇപ്പം താങ്കൾ അയാളെ ബ്ലേഡ് ചെയ്തു, അയാൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള ബ്ലേഡ് മാറ്റാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പോസ് ആയാൽ ബാക്ക്ലാഷ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന അയാളുടെ കുടുംബത്തിനും വെരി ബാഡ് ആയിരിക്കും. അത് താങ്കളിലും എഫക്റ്റ് ആവും. സോ ബെറ്റർ ഐദർ അങ്ങനെ ഒരു വീഡിയോ ഫേക്കായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നിയാൽ ഡിലീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ആ പറയുന്ന അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം ആരാണ്. അദ്ദേഹം പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയമാവും, ഭയങ്കര സീനാവും. സോ ബെറ്റർ ഇങ്ങനെയുള്ള റീച്ച് പക്ഷേ എന്നാൽ താങ്കൾക്ക് പോയി കേസ് കൊടുക്കൂ ഡയറക്റ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പോയി കേസ് കൊടുക്കൂ. ഇത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് ഇപ്പം പെൺപിള്ളേരെല്ലാവരും പൊതുവേ ഇങ്ങനെ ഒരു വിക്ടമൈസേഷൻ ഇങ്ങനെ കുറേ പേര് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കൊപ്പം ഒരു ഹാഷ്ടാഗും കൊടുത്തങ്ങ് ഇറങ്ങും. ബോയ്സ് എപ്പോഴും ടെൻഷനിലാണ് സത്യം പറഞ്ഞത്. ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. ദാറ്റ്സ് ദ ഇഷ്യൂ. അത് മാറ്റണം. റീച്ചിന് വേണ്ടി ഒരാണിൻ്റെയും നെഞ്ചത്തോട്ട് കയറാതിരിക്കുക. ദാറ്റ്സ് മൈ പോയിന്റ്.